Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. ആരംഭിക്കുന്നു പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ. നമ്മൾ പോളിംഗിന് ശേഷമുള്ള മണ്ഡലങ്ങളുടെ പൊതു സാഹചര്യവും ഇനി കാത്തിരിക്കുന്ന ആ സസ്പെൻസിലേക്ക് എത്തുമ്പോൾ കണക്കെടുപ്പുകളും അതിൻ്റെ രാഷ്ട്രീയവും വിശകലനവുമാണ് നോക്കുന്നത്. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ലോക്സഭാ മണ്ഡലങ്ങളാണ് പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ പരിശോധിക്കുന്നത്. ഒന്ന് എറണാകുളമാണ്, മറ്റൊന്ന് ആലത്തൂരാണ്. നമുക്കാദ്യം എറണാകുളത്തേക്ക് പോകാം. എറണാകുളം UDFന്റെ പരമ്പരാഗതമായ ശക്തി കേന്ദ്രമാണ്. പേരിനൊരു പോരാട്ടത്തിനല്ല ഇത്തവണ ഈ മണ്ഡലത്തിൽ ഇടതുമുന്നണി ശ്രമിച്ചത്. ഹൈബി ഈഡനെതിരെ ഷൈൻ ടീച്ചറെ കളത്തിലിറക്കിയുള്ള ഇടതുമുന്നണിയുടെ ശ്രമങ്ങൾ ഫലം കാണുമോ? ഡോക്ടർ KS രാധാകൃഷ്ണനിലൂടെ BJPയും ഇത്തവണ വലിയ പോരാട്ടം നടത്തി. അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയിലൂടെ 2020 നടത്തിയ ശ്രമങ്ങളും ഫലം കാണുമോ എന്നതും നിർണായകമാണ്. നമുക്ക് പൊതുവിൽ എറണാകുളത്തിൻ്റെ ഒരു മണ്ഡല ചിത്രം തന്നെ ആദ്യമൊന്ന് പരിശോധിക്കാം. കളമശ്ശേരി, പറവൂർ, വൈപ്പിൻ, കൊച്ചി, തൃപ്പൂണിത്തറ, എറണാകുളം, തൃക്കാക്കര എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എറണാകുളം ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4 UDF, ഒപ്പം 3 LDF. ഇതായിരുന്നു പൊതുവിലുണ്ടായിരുന്ന മണ്ഡല ചിത്രം. മണ്ഡലത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറെക്കുറെ ഒരു 3 തവണ മാത്രമാണ് അവിടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ബാക്കി എല്ലാ തവണയും വിജയം അവിടെ UDFനായിരുന്നു. പരമ്പരാഗതമായ UDFന്റെ ശക്തി കേന്ദ്രമായിരുന്നു അവിടെ എന്നതാണ് സാഹചര്യം. എന്താണ് ഇത്തവണ എറണാകുളം ചിന്തിച്ചത്? എറണാകുളത്തെ വോട്ടർമാർ സൂക്ഷിച്ചിരിക്കുന്ന സസ്പെൻസ് എന്ത് എന്നതിൻ്റെ വിശദമായ പരിശോധനയിലേക്ക് തന്നെ നമുക്ക് കടക്കാം. ആദ്യം ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. ടോം, ഗുഡ് ഈവനിങ്. നമ്മൾ കൊച്ചിയുടെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ പല ഘടകങ്ങളും നമുക്ക് മുന്നിലുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിൽ വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമുള്ള ഇടമാണ് എറണാകുളം. കാരണം ഏറെക്കുറെ പൂർണ്ണമായ നഗര കേന്ദ്രീകൃതമായ ഒരു ലോക്സഭാ മണ്ഡലമാണ്. നിയമസഭാ മണ്ഡലങ്ങളുടെ ചിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും അതങ്ങനെ തന്നെയാണ്. കൊച്ചിയുടെ ചിത്രത്തിൽ എന്നും എക്കാലവും UDFന് മേൽക്കൈയുണ്ടായിരുന്നു. അപൂർവം ചില മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും അത് ഒരു പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് അത് സംഭവിച്ചതെന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ഇത്തവണ ഹൈബി ഈഡന് വെല്ലുവിളി ഉണ്ടാകുമോ എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇടതുമുന്നണി പരീക്ഷിച്ച വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാൾ കൊച്ചിയിലായിരുന്നു. ഈ മണ്ഡലം പ്രചരണ ചിത്രത്തിലൊക്കെ ഷൈൻ ടീച്ചർ ഒരു പരിധി വരെ മുന്നേറി നിൽക്കുന്നു എന്നൊക്കെയായിരുന്നു ഇടതു കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചത്. പക്ഷേ അവസാന ചിത്രത്തിലേക്ക് വന്നപ്പോൾ അതങ്ങനെ സംഭവിച്ചോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇപ്പോൾ ഈ പോളിംഗിന് ശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചുകൊണ്ട് 3 രാഷ്ട്രീയ പാർട്ടി ക്യാമ്പുകളുടെ കണക്കുകളും പരിശോധിച്ച ശേഷം ഹൈബി ഈഡന് എറണാകുളത്ത് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളിക്ക് സാധ്യത ഉണ്ടോ? ടോം. സജിത്ത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിശകലനത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ ഒരു പ്രസിദ്ധീകരണം ഒന്ന് കാണിക്കാം. അതായത് ഹൃദയത്തിൽ ഹൈബി എന്ന പേരിൽ ഹൈബിയുടെ കഴിഞ്ഞ 5 വർഷം ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിൽ സാധാരണ എല്ലാ സ്ഥാനാർത്ഥികളും ഇത്തരം വാരികകൾ ഇറക്കാറുണ്ട്, ചില പ്രസിദ്ധീകരണങ്ങൾ ഇറക്കാറുണ്ട്, അതല്ലെങ്കിൽ ചില നോട്ടീസുകൾ ഇറക്കാറുണ്ട്. ഈ ഹൃദയത്തിൽ ഹൈബി എന്ന പേരിലിറക്കിയ ഈ പ്രസിദ്ധീകരണത്തിൽ തന്നെ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഹൈബി ഈഡൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്ന് വളരെ വ്യക്തമാണ്. അതായത് സാധാരണ നമുക്ക് കാണാം പല പരീക്ഷണങ്ങൾക്കും, പല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പല പരീക്ഷണങ്ങൾക്കും വേദിയാകാറുള്ള ഒരു മണ്ഡലം കൂടിയാണ്. നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു നഗര കേന്ദ്രീകൃതമായതുകൊണ്ട് തന്നെ, ഒരു മെട്രോ നഗരമായതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൈടെക് രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇവിടെ നടത്താറുള്ളത്. ഈ ഒരു പ്രസിദ്ധീകരണം ശ്രദ്ധിക്കാം. കാരണം ഒരു ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു പ്രസിദ്ധീകരണമാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൽ പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ സമൂഹ മാധ്യമങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. ഹൈബീഡനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ 1,69,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം തന്നെയായിരുന്നു ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഏറ്റവും ആത്മവിശ്വാസം നൽകിയ കാര്യം. അതോടൊപ്പം കഴിഞ്ഞ 5 വർഷം ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ,
ഈ പല ഘടകങ്ങളും ഹൈബീഡിന് അനുകൂലമാകും എന്ന് തന്നെയാണ് തുടക്കം മുതൽ തന്നെ കണക്കാക്കപ്പെട്ടത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് LDFിൻ്റെ ഒരു സ്ഥാനാർത്ഥി വരുന്നു. അത് വനിതാ മുഖം, ഒരു പുതുമുഖം, KJ ഷൈൻ. നമുക്കൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയായിരുന്നു. സാധാരണ പല പരീക്ഷണങ്ങളും സിന്ധു ജോയിയെ പോലെ കഴിഞ്ഞ വർഷമൊക്കെ ക്രിസ്റ്റി ഫെർണാണ്ടസ്, അതിനു മുൻപ് ക്രിസ്റ്റി ഫെർണാണ്ടസിനെ അവതരിപ്പിച്ചതുപോലെയൊക്കെ P രാജീവിനെ പോലുള്ള കരുത്തനെ അവതരിപ്പിച്ച് അങ്ങനെ പല ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളിൽ ഏറെ ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് ഇടതു മുന്നിൽ. പക്ഷേ ഇത്തവണ KJ ഷൈനെ പോലൊരു പുതുമുഖം വന്നപ്പോൾ ഹൈബീഡിന് കാര്യങ്ങൾ അത്ര എളുപ്പമാണ് എന്ന് തുടക്കത്തിൽ തന്നെ വിലയിരുത്തപ്പെട്ടു. മാത്രമല്ല വയനാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം എറണാകുളത്ത് ഉണ്ടാകുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടു. ആ ഒരു ആത്മവിശ്വാസം UDF ക്യാമ്പിൽ തുടക്കം മുതലുണ്ടായിരുന്നു. പക്ഷേ അവസാനം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ KJ ഷൈൻ അത്ര നിസാരക്കാരിയല്ല, അത്ര എളുപ്പത്തിൽ ഹൈബീഡിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഇടത് ക്യാമ്പിന് കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എല്ലാ മേഖലകളിലേക്കും പോയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് LDF നടത്തിയത്. ഹൈബീഡിനെ സംബന്ധിച്ച് അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടായി എന്നത് ഒരുപക്ഷെ UDF ക്യാമ്പിനെ സംബന്ധിച്ച് അവസാന ഘട്ടത്തിൽ അവർ ഭയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഏറ്റവും കൂടുതൽ അവർ ആശങ്കപ്പെട്ടത് ഹൈബീഡ് വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമോ എന്ന ഭയം UDF ക്യാമ്പിനുണ്ടായിരുന്നു. ആ ഭയപ്പെട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതായത് 68% പോളിംഗ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ UDF തരംഗം ആഞ്ഞു വീശിയപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം സമ്മാനിച്ച് UDFന് സമ്മാനിച്ച മണ്ഡലങ്ങളിലൊന്നായിരുന്നു എറണാകുളം ലോക്സഭാ മണ്ഡലം. അവിടെ 1,69,000. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം പോലും ഏകദേശം 77% പോളിംഗ് ആണ് എറണാകുളത്ത് രേഖപ്പെടുത്തിയത്. നഗര കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ പോലും പരമാവധി ആളുകൾ ബൂത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഇത്തവണ വന്നപ്പോൾ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. എറണാകുളം, കൊച്ചി ഉൾപ്പെടെ UDFന് വലിയ മേധാവിത്വമുള്ള മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡല പരിധിയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം കുറഞ്ഞത്. എന്നാൽ അതേസമയം പറവൂരിലേക്കും വൈപ്പിൻ, പറവൂർ, കളമശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോളിംഗ് ശതമാനം കൂടിയിരുന്നു. പ്രത്യേകിച്ചും പറവൂർ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലമാണ്. UDFിൻ്റെ ഉറച്ച കോട്ടയാണെങ്കിൽ പോലും ഇടത് സ്ഥാനാർത്ഥി KJ ഷൈൻ്റെ സ്വന്തം നാടായതുകൊണ്ട് തന്നെ അവിടെ പോളിംഗ് ശതമാനം കൂടിയത് ഇടതുപക്ഷം വലിയൊരു പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും പൊതുവെ വിലയിരുത്തി കഴിഞ്ഞാൽ ഈ 68% മാത്രമാണ് പോളിംഗ്. അതായത് കഴിഞ്ഞ 4 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ഏറ്റവും കുറവ് പോളിംഗ് ആണ്. എങ്കിൽ പോലും UDF ഇപ്പോഴും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് തരംഗം ഉണ്ടായപ്പോഴും എറണാകുളം ജില്ലയാണ് UDFനെ നിർത്തിയത്. അവിടെ ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 4, അതായത് പറവൂര്, എറണാകുളം, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, ഈ 4 മണ്ഡലങ്ങളും നിലനിർത്താൻ UDFന് കഴിഞ്ഞു. നഷ്ടപ്പെട്ടത് കൊച്ചിയാണ്. കൊച്ചി അതോടൊപ്പം കൊച്ചിയിലും വൈപ്പിനിലും കളമശ്ശേരിയിലും ഇടതുമുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞു. എങ്കിൽ പോലും പൊതുവെ ഈ മണ്ഡലത്തിന്റെ സ്വഭാവം സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFന് അനുകൂലമാണ്. അതിൽ പ്രധാനപ്പെട്ട പല ഘടകങ്ങളുണ്ട്. മൈനോറിറ്റിക്ക്, അതായത് മതന്യൂനപക്ഷങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ക്രൈസ്തവ വോട്ട് ബാങ്ക് നിർണായകമായിട്ടുള്ള ഒരു മണ്ഡലമാണ് എറണാകുളം. അതോടൊപ്പം കൊച്ചി ഉൾപ്പെടുന്ന മട്ടാഞ്ചേരി ഉൾപ്പെടുന്ന ചില പ്രദേശങ്ങൾ, കളമശ്ശേരി ഉൾപ്പെടുന്ന ചില പ്രദേശങ്ങൾ, തൃക്കാക്കര ഉൾപ്പെടുന്ന ചില മേഖലകളിൽ മുസ്ലിം വോട്ട്, അത് UDFനൊപ്പം പരമ്പരാഗതമായി UDFനൊപ്പം നിൽക്കുന്നവരാണ്. ഈ ഘടകങ്ങളാണ് ഹൈബീഡിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിട്ടുള്ളത്, അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ. പക്ഷെ മറുവശത്ത് ഹൈബീഡിന്റെ അതേ സമുദായത്തിൽപ്പെട്ട തന്നെ ലത്തീൻ വിഭാഗത്തിൽ തന്നെയാണ് KJ ഷൈനെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാക്കിയത്. അവിടെ പല ഘടകങ്ങളുണ്ട്. ലത്തീൻ വിഭാഗം 3 രൂപതകളാണ് ഈ എറണാകുളത്തുള്ളത്. അതായത് വരാപ്പുഴ, കൊച്ചി, കോട്ടപ്പുറം. ഈ കോട്ടപ്പുറം രൂപതയിൽ പെട്ട ആളാണ് KJ ഷൈൻ. കോട്ടപ്പുറം, അതായത് പറവൂർ ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ കോട്ടപ്പുറം രൂപതയിലെ മേഖലയാണ്. ഈ കോട്ടപ്പുറം രൂപത മേഖലയിൽപ്പെട്ട ചില കോസ്റ്റൽ ബെൽറ്റ്, അതോടൊപ്പം കൊച്ചിയിലെ ചില കോസ്റ്റൽ ബെൽറ്റിലും KJ ഷൈന് ചില ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമായിരുന്നു LDFനുണ്ടായിരുന്നത്. ഹൈബീഡിനെ സംബന്ധിച്ച് ഈ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ഹൈബീഡിന് ഒപ്പം നിൽക്കും എന്ന വിശ്വാസത്തിലാണ്. പക്ഷെ മറുവശത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ 2020 ആന്റണി ജൂഡി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KCYMന്റെയും ICYMന്റെ ഒക്കെ പ്രതിനിധിയായിരുന്നു. ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലും UDFന്റെ പരമ്പരാഗത വോട്ട് ബാങ്കിൽ ചെറിയ രീതിയിൽ വിള്ളൽ വീഴ്ത്താൻ
2020 കഴിയും എന്ന രീതിയിലാണ് അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. പക്ഷേ കൊച്ചി നിയമസഭാ മണ്ഡലത്തിലാണ് പ്രധാനമായും 2020 സ്വാധീനമുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊന്ന് പിന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ കഴിയും 2020 ചില ഡിവിഷനുകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. V4 കൊച്ചി ചില മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. അതായത് ഒരു അരാഷ്ട്രീയ സ്വഭാവമുള്ളവർ യുവാക്കളുടെ ഇടയിലൊക്കെ ഈ 2020 ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ചില ഈ മൂന്ന്, അതായത് UDF-ന്റെയും LDF-ന്റെയും BJP-യുടെയും ക്യാമ്പുകളിലേക്ക് കയറാൻ അവർക്ക് കഴിഞ്ഞു എന്നാണ് അവർ പൊതുവെ പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും പരമാവധി ഒരു 10,000 20,000 വോട്ടിനപ്പുറം നേടാനുള്ള സാധ്യതയില്ല. അതോടൊപ്പം ബിജെപിയുടെ KS രാധാകൃഷ്ണൻ കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനം ഇവിടെ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് 1.25 ലക്ഷത്തിലധികം വോട്ട് നേടാൻ കഴിഞ്ഞിരുന്നു. ഇത്തവണ KS രാധാകൃഷ്ണനെ പോലെ ഈ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള BJP-യെ സംബന്ധിച്ച് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായ ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇവിടെ മത്സരിക്കുമ്പോൾ BJP-യും വലിയ രീതിയിൽ അവരുടെ വോട്ട് ഷെയറിൽ വർധനവുണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. നമുക്ക് കണക്കുകൾ ഒന്നുകൂടെ പരിശോധിക്കാം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ MS സജീവൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സജീവൻ, നമ്മൾ പോളിംഗിന് ശേഷം മാധ്യമപ്രവർത്തകർ നമ്മൾ ചില കണക്കുകൾ എടുക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മളതിന് പ്രധാനമായും ആശ്രയിക്കുക രാഷ്ട്രീയ പാർട്ടികൾ ഈ ബൂത്ത് വൈസ് ശേഖരിക്കുന്ന ചില കണക്കുകളാണ്. ഏറ്റവും ഒടുവിലെ കണക്കെടുപ്പിന് ശേഷവും ഈ എറണാകുളം എന്ന UDF-ന്റെ കോട്ടയിൽ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളി ഹൈബി ഈഡൻ നേരിട്ടിട്ടുണ്ടോ? താങ്കൾ അങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഹൈബിക്ക് വലിയ വെല്ലുവിളികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്തവണയും വലിയ വെല്ലുവിളികൾ അല്ലെങ്കിലും വെല്ലുവിളികൾ ഉയർത്താൻ എതിർപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ മനസ്സിലാക്കുന്ന 2 കാരണം. ഒന്ന്, സ്ഥാനാർത്ഥി ഒരു പുതുമുഖമാണ് എന്നതുകൊണ്ട് ആദ്യം ഒരു ഈസി വാക്ക് എന്നുള്ളൊരു ഒരു ചിന്ത UDF വന്നിരുന്നു. പക്ഷെ ശ്രീമതി ഷൈൻ അത്ര പരിചിതയായിരുന്നില്ലെങ്കിൽ പോലും LDF-ന്റെ സംവിധാനങ്ങൾ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു. വളരെ ഊർജ്ജസ്വലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രചാരണ കാര്യങ്ങളിലും താഴെ തട്ടുകളിലും വീടുകളിലും ഉൾപ്പെടെ എത്തിയ ആളുകളെ കാണുന്നതിലും നേരിട്ട് വോട്ട് ചോദിക്കുന്നതിലും വലിയ തോതിലുള്ള പ്രവർത്തനം ഈ LDF കാഴ്ചവെച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ LDF-ന്റെ നേതാക്കൾ, അവരുടെ ജനപ്രതിനിധികൾ ഒക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ അത് താഴെ തട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചലനം നമ്മളത്ര ചെറുതായി കാണാൻ കഴിയില്ല. മറ്റൊരു കാര്യം ഉള്ളതെന്ന് വെച്ചാൽ ഈ 2020 വലിയ വോട്ടൊന്നും പിടിക്കുന്നില്ലെങ്കിൽ പോലും UDF-ന്റെ പരമ്പരാഗതമായി കിട്ടിയിരുന്ന വോട്ടുകൾ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ ആന്റണി ചുനി. അദ്ദേഹത്തിന്റെ സമുദായ പശ്ചാത്തലങ്ങളും മറ്റും അത് കുറെ വോട്ടുണ്ട്. പിന്നെ എറണാകുളം നഗരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിന് അതീതമായ ഒത്തിരിയേറെ ആളുകളുണ്ട്. അവർ പലരും ഗവൺമെന്റ് സർവീസിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ വലിയ സർക്കാർ സർവീസിലോ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വലിയ പോസ്റ്റുകളിൽ നിന്ന് വിരമിച്ച് വിശ്രമജീവൻ നയിക്കുന്നവരൊക്കെയാണ്. അവരൊന്നും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് പ്രത്യേക പൂർവ്വ താല്പര്യവും പുലർത്തുന്നില്ല. അത്തരം ആളുകളെ സ്വാധീനിക്കാൻ 2020 പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഈ ഷൈൻ ടീച്ചറിനെ വ്യക്തിപരമായി സ്വാധീനിക്കാനൊക്കെ കഴിയുന്ന ഒരാളാണ്. അപ്പൊ അത്തരം സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് ഹൈബിക്ക് ചെറിയൊരു വെല്ലുവിളി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ ഹൈബിയുടെ ഒരു പ്രത്യേകതയും മണ്ഡലത്തിന്റെ ഒരു പൊതു സ്വഭാവവും ഇപ്പോഴും UDF-ന് അനുകൂലമാണ്. ഹൈബിക്ക് ഈ മണ്ഡലത്തിൽ വളരെ വിപുലമായ വ്യക്തിബന്ധങ്ങളുണ്ട്. അദ്ദേഹത്തെ അറിയാത്ത ആളുകൾ ഒരു പക്ഷേ ഈ മണ്ഡലത്തിൽ ഉണ്ടാവുകയില്ല. എറണാകുളത്തുള്ള പലരും പുറത്തുനിന്ന് വന്ന് താമസിക്കുന്നവരാണെങ്കിൽ പോലും എല്ലാവർക്കും വളരെ സുപരിചിതനാണ്. എല്ലാവരോടും വളരെ സൗഹൃദത്തിന് ഇടപെടും. ശ്രീ സജീവൻ, താങ്കൾ പറഞ്ഞ അനുകൂല ഘടകങ്ങൾ നിരവധി ഒരു പക്ഷേ UDF-ന് ഉണ്ടാവാം. കാരണം അതൊരു UDF-ന്റെ ശക്തിക മേഖലയാണ്. പക്ഷേ 2-3 ഘടകങ്ങൾ ഞാൻ പരാമർശിക്കാം. ഒന്ന്, ഈ ക്രൈസ്തവ വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള ഇടം എന്ന മണ്ഡലമാണ് എന്ന പ്രത്യേകതയിൽ BJP ഇത്തവണ ക്രൈസ്തവ വോട്ടുകളെ സ്വാധീനിക്കാൻ നടത്തിയ ശ്രമം എറണാകുളത്ത് എങ്ങനെ പ്രതിഫലിച്ചു എന്ന ചോദ്യം. മറ്റൊന്നുകൂടിയുള്ളത്, പൊതുവിൽ പോളിംഗ് ശതമാനത്തിലെ കുറവ് നഗര വോട്ടുകളിൽ കുറവുണ്ടാക്കിയിട്ടുണ്ട് എന്ന കണക്കെടുപ്പ്. അങ്ങനെയെങ്കിൽ നഗര വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും UDF-നെ പിന്തുണയ്ക്കുന്നവരാണ്. ഒരു ഘടകം കൂടിയുള്ളത് 2020-യുടെ സാന്നിധ്യം. താങ്കൾ സൂചിപ്പിച്ചു 2020 ഒരു പക്ഷേ സമാഹരിക്കുന്ന വോട്ടുകളിൽ നല്ലൊരു ശതമാനവും UDF-ന്റെ വോട്ടുകളാവാം എന്ന സാധ്യതയുമുണ്ട്. ഈ 3 ഘടകങ്ങളും ഹൈബി ഈഡന് ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ഒരു അട്ടിമറിയിലേക്ക് പോയില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തിന് വെല്ലുവിളി എത്ര കണ്ടുണ്ടാക്കുമെന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ട കാര്യം.
BJP സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJP ഇപ്പോൾ അവതരിപ്പിച്ച സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ എറണാകുളംകാർക്ക് വളരെ സുപരിചിതനാണ്. പുള്ളിക്ക് വ്യക്തിപരമായി ഈ സാമൂഹിക സാംസ്കാരിക മേഖലകളിലൊക്കെ നല്ല ബന്ധങ്ങളുള്ള ആളുടെ. അപ്പം അത്തരം കുറെ ആളുകളുടെ വോട്ട് സമാഹരിക്കാൻ, രാഷ്ട്രീയത്തിനപ്പുറം BJPക്ക് അപ്പുറം വോട്ട് സമാഹരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. പിന്നെയുള്ളത് ക്രൈസ്തവ വോട്ടുകൾ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ക്രൈസ്തവ സഭകൾക്ക് മണിപ്പൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ BJPയോട് വിയോജിപ്പുണ്ടെങ്കിൽ പോലും മറ്റു പല കാര്യങ്ങളിലും മുമ്പുണ്ടായിരുന്ന ഒരു വിരോധമോ അല്ലെങ്കിൽ ശത്രുതയോ ഒന്നും ഇപ്പോ BJPയോട് സഭകൾക്കോ സഭയുടെ മേലധികാരികൾക്കോ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങളും അവരുടെ പല കാര്യങ്ങളും നടക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് ബന്ധവും സൗഹൃദങ്ങളും ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് തന്നെയും വോട്ടുകളിൽ വലിയ കുറെ വോട്ടുകളെങ്കിലും, ക്രൈസ്തവ വോട്ടുകളിൽ കുറെ വോട്ടുകളെങ്കിലും സമാഹരിക്കാൻ ഇത്തവണ BJPക്ക് കഴിയും. അത് KS രാധാകൃഷ്ണന്റെ വ്യക്തിബന്ധങ്ങളും അതിനെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതൊരു ഫാക്ടറാണ്. അത് എറണാകുളത്തേണ്ട 9% മുകളിലാണ് വോട്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത്തരം വോട്ട് കുറഞ്ഞതിലോ വേറൊരു ഘടകം എനിക്ക് തോന്നിയത് വെച്ചാൽ ചെറുപ്പക്കാരായ പുതിയ വോട്ടർമാർ ധാരാളം ഉത്തരവുണ്ട്. പക്ഷെ അവരിൽ നിന്ന് വലിയ കാര്യമായ ആവേശത്തോടെയുള്ള ഒരു വോട്ടിങ് കണ്ടില്ല. നമ്മുടെ ബൂത്തുകളിലൊക്കെ പോയപ്പോഴും ആ യുവാക്കളുടെ ഒരു വലിയ നിരയൊന്നും കാണാനുണ്ടായി. അപ്പൊ അത്തരം ബൂത്തുകളൊക്കെ ആർക്കും അറിയും, അല്ലെങ്കിൽ അവരുടെ വോട്ട് കുറഞ്ഞത് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതും സ്വാധീനിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ ഹൈബിയെ സംബന്ധിച്ചിടത്തോളം വിജയം സുനിശ്ചിതം എന്ന് തന്നെയാണ് എന്റെ ഒരു വിലയിരുത്തൽ. പക്ഷെ കഴിഞ്ഞ തവണ അദ്ദേഹം നേടിയ ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഇത്തവണ ജയിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പല സാഹചര്യങ്ങളും അങ്ങനെയാണ്. ഓക്കെ, ശ്രീ സജീവൻ താങ്കൾ തുടരുക. ടോം, ഈ ഇടതുമുന്നണി, ടോം തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇടതുമുന്നണി ഇത്തവണ ഒരു പരീക്ഷണത്തിനാണ് ഈ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ തയ്യാറായത്. അതാണല്ലോ അത്ര സുപരിചിതയല്ലാത്ത ഒരാളെ കളത്തിലിറക്കി പിന്നീട് ഒരു വലിയ ഓളം ഉണ്ടാക്കുക എന്നത്. അത് ഒരു പരിധിവരെ ആ തന്ത്രം നല്ല അർത്ഥത്തിലും വിജയിച്ചു എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ വിജയത്തിലേക്ക് എത്തിയില്ലെങ്കിലും അങ്ങനെ ഒരാളെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു, പ്രത്യേകിച്ച് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഇടതുമുന്നണിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമായിരിക്കാം ഒരു പരിധി. അങ്ങനെ ഈ കൊച്ചിയുടെ, എറണാകുളത്തിൻ്റെ പ്രചരണ രംഗത്ത് സംസ്ഥാനത്തിൻ്റെ മറ്റിടങ്ങളിലില്ലാത്ത പ്രത്യേകതയുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം വികസന വിഷയങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് സ്ഥാനാർത്ഥികൾക്ക് പറയേണ്ടി വരുന്ന ഒരു ഇടമാണ്. അവിടെ ഈ ഹൈബിക്കൊപ്പം ഇടിച്ചു നിൽക്കാൻ ഈ ഷൈൻ ടീച്ചർക്കും ലെഫ്റ്റ് ക്യാമ്പിനും കഴിഞ്ഞിരുന്നു. ടോം അങ്ങനെ കണ്ടിരുന്നോ ഈ പ്രചരണ രംഗത്തൊക്കെ? സജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹൈബീഡൻ, സിറ്റിംഗ് MP ആയിരുന്ന ഹൈബീഡനെ സംബന്ധിച്ച് എതിർഘടകങ്ങൾ വളരെ കുറവായിരുന്നു. കാരണം ഹൈബി വിരുദ്ധ വികാരം ഈ മണ്ഡലത്തിൽ ഇല്ല എന്നത് ഒരു വസ്തുതയാണ്. കാരണം അദ്ദേഹം പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പല പ്രകടനങ്ങൾ, അദ്ദേഹത്തിൻ്റെ അത്തരം ചില പാർലമെന്റിലെ പ്രസംഗങ്ങളൊക്കെ അവർ കൃത്യമായും ജനങ്ങളിലേക്ക് എത്തിച്ചു. ഓരോ ഡിജിറ്റൽ ക്യാമ്പയിനിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു. അതോടൊപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് ഹൈബീഡൻ പ്രഥമ പരിഗണന നൽകിയെന്ന് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു. അതോടൊപ്പം കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട വികസന പദ്ധതിയുടെ ഭാഗമായി അത് ഹൈബീഡൻ കൃത്യമായും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുവെങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സമീപനമാണ് ഈ 2ാം ഘട്ട നിർമ്മാണങ്ങൾ അത് ഇടഞ്ഞു നീങ്ങാനുള്ള കാരണമായത് എന്ന് കൃത്യമായും UDF ഈ വോട്ടർമാരിലേക്ക് എത്തിച്ചു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൈബീഡൻ വികസനത്തിനൊപ്പം നിരവധി ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. ഈ ഒരു വിവിധ ഭവന നിർമ്മാണങ്ങൾ കോവിഡ് കാലത്തും അതോടൊപ്പം തന്നെ ഈ പ്രളയ സമയത്തുമെല്ലാം അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. മറുവശത്ത് KJ ഷൈൻ എന്ന പുതുമുഖ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷം ഇറക്കിയപ്പോൾ പൊതുവെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം UDF ക്യാമ്പിനുണ്ടായിരുന്നു. അത് ഏറ്റവും പ്രകടമായി കണ്ടത് കലാശക്കൂട്ടിൻ്റെ ദിവസമാണ്. സാധാരണ കലാശക്കൂട്ടിൻ്റെ ദിവസം പരമാവധി വോട്ടർമാരെ കാണുക, വാഹന പ്രചരണങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് സാധാരണ സ്ഥാനാർത്ഥികൾ ചെയ്യാറുള്ളതെങ്കിൽ ഹൈബീഡൻ അന്ന് വീട്ടിലായിരുന്നു. അതായത് കൊട്ടിക്കലാശത്തിൻ്റെ അവസാന സമയത്ത്, സാധാരണ എല്ലാ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശം വളരെ തകൃതിയായ രീതിയിൽ നടക്കുന്ന സമയത്ത് ഹൈബീഡൻ 5 മണിയോട് കൂടിയാണ് ഈ കൊട്ടിക്കലാശത്തിന് വേണ്ടി ഇവിടെ എത്തിയത്, ഈ വേദിയിലെത്തിയത്, പ്രവർത്തകർക്കൊപ്പം അണിചേർന്നത് എന്നത് ആശ്ചര്യപ്പെടുത്തി. ഞാൻ ആ സമയം DCC പ്രസിഡന്റ് അടക്കം ചോദിച്ചു, അത്രയ്ക്ക് നിങ്ങൾ ആത്മവിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ അല്പം ഭയക്കുന്നു. അതായത് ഈ ആത്മവിശ്വാസം പ്രവർത്തകർക്കുണ്ട്, അതിൽ ഞങ്ങൾക്ക് അല്പം ഭയമുണ്ട്. കാരണം ഞങ്ങളുടെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ എത്തുമോ എന്ന് ഭയമുണ്ട് എന്ന് തന്നെയാണ്
DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തന്നെ തുറന്നു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവസാന സമയത്ത് UDF ക്യാമ്പിലുള്ളവർ UDFന്റെ ഉറച്ച വോട്ടുകളെന്ന് വിശ്വസിക്കുന്നവരെ പോളിംഗ് ബൂത്തിലേക്ക് അവസാന മണിക്കൂറുകളിൽ ഇവർ എത്തിച്ചിരുന്നു. കാരണം പോളിംഗ് ശതമാനം വലിയ രീതിയിൽ കുറച്ചത് നേരത്തെ സജീവൻ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു 10% പോളിംഗിന്റെ ഇടിവുണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, യുവാക്കളുടെ വോട്ട് എവിടെ പോയെന്ന്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 9,67,390 പേരാണ് വോട്ട് ചെയ്തതെങ്കിൽ ഇത്തവണ 9,04,000 ചില്ലുവാൻ പേര് മാത്രമാണ് വോട്ട് ചെയ്തത്. അത് ഏകദേശം 64,000-ഓളം വോട്ടിന്റെ കുറവുണ്ടാകുന്നു. പുതിയതായി വോട്ടർമാരെ UDF ചേർത്തില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട വീഴ്ചയായി തന്നെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. കാരണം അവരുടെ അത്രയ്ക്ക് കണ്ട ആത്മവിശ്വാസം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 1,69,000 വോട്ടിന്റെ ഭൂരിപക്ഷം തന്നെയാണ് അവർക്ക് ആത്മവിശ്വാസം നൽകിയത്. ഹൈബ്രിഡിന്റെ പ്രതിച്ഛായ, വികസന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിൽ UDFന് ആത്മവിശ്വാസം, അമിതമായ ആത്മവിശ്വാസം നൽകിയത് അവർക്ക് തിരിച്ചടിയായോ എന്നത് ഒരുപക്ഷെ നമുക്ക് ഫലം വരുമ്പോൾ മനസ്സിലാക്കേണ്ടി വരും. അദ്ദേഹം ശ്രീ സജീവൻ സൂചിപ്പിച്ചതുപോലെ യുവാക്കളുടെ വോട്ട് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ 2 കാര്യം. ഒന്ന്, കടുത്ത ചൂട്. രണ്ടാമത്തെ കാര്യം, പുതിയ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയില്ല. അതോടൊപ്പം തന്നെ ഒരു യുവാക്കൾ വലിയ രീതിയിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിനും തൊഴിലിനുമായി മൈഗ്രേറ്റ് ചെയ്തു. ഇത്തരം ഘടകങ്ങളൊക്കെയാണ് ഇവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പുതുമുഖ സ്ഥാനാർത്ഥിയായി KJ ഷൈൻ, അവർ അധ്യാപികയാണ്. അതുമാത്രമല്ല, ഈ അധ്യാപക സംഘടനയിലെ പ്രവർത്തനം മാത്രമാണ് രാഷ്ട്രീയ രംഗത്ത് അവർക്കുള്ള പരിചയം. അതോടൊപ്പം പറവൂർ നഗരസഭ അംഗം എന്ന രീതിയിലുള്ള പ്രവർത്തന പരിചയമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ആദ്യമായി അവരെ പരിചയപ്പെടുത്തണമായിരുന്നു. പക്ഷേ അവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണ പാർട്ടി ചിഹ്നത്തിൽ തന്നെ P. രാജീവ് മത്സരിച്ചു. എറണാകുളം ജില്ലയിൽ ഏറ്റവും കരുത്തനായിട്ടുള്ള നേതാവ് P. രാജീവ് മത്സരിച്ചപ്പോഴാണ് കനത്ത പരാജയം ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നതെങ്കിൽ അത്രയും യാതൊരു പരിചയവുമില്ലാത്ത ആളുകളുടെ മുന്നിലേക്ക് KJ ഷൈനെ രംഗത്തിറക്കുമ്പോൾ അത് തന്നെയാണ് ഒരു തന്ത്രമായി ഇടതുപക്ഷം ഇവിടെ ആവിഷ്കരിച്ചത്. കാരണം ഹൈബീഡനെ പോലുള്ള ഒരു യുവ നേതാവ്, ഇപ്പോഴും യുവ നേതാവ് എന്ന ആ ബ്രാൻഡ് തന്നെയാണ് ഹൈബീഡനെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഘടകം. കാരണം ഹൃദയത്തിൽ ഹൈബി എന്ന രീതിയിൽ പലയിടങ്ങളിലും നമുക്ക് വലിയ കട്ടൗട്ടുകൾ കാണാൻ കഴിഞ്ഞു. അതേ രീതിയിൽ കൊച്ചിയിലെ, എറണാകുളത്തെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഹൈബി ഈഡൻ കടന്നു ചെന്നു എന്നുള്ളത് ഒരു വസ്തുതയാണെങ്കിൽ പോലും മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നവർ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപക്ഷെ KJ ഷൈന് വോട്ട് ചെയ്യാം. കാരണം BJPയെ സംബന്ധിച്ച് KS രാധാകൃഷ്ണൻ കരുത്തനായിട്ടുള്ള നേതാവാണ്. ഈ കോസ്റ്റൽ മേഖലയിൽ, ധീവര വിഭാഗത്തിലടക്കം അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ട്. എറണാകുളം നഗരമേഖലയിൽ സ്വാധീനമുണ്ട്. വലിയ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. ആ മേഖലകളിൽ BJP ലക്ഷ്യമിട്ട് വോട്ട് തേടിയപ്പോൾ KJ ഷൈന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോട്ടപ്പുറം രൂപതയിൽപ്പെട്ട, പറവൂർ മേഖലയിൽപ്പെട്ട, വൈപ്പിൻ മേഖലയിൽപ്പെട്ട ആളുകളുടെ വോട്ട്, അതായത് ഹൈബീഡിന് കഴിഞ്ഞ വർഷം ലഭിച്ച ലത്തീൻ വോട്ടുകൾ ഒരുപക്ഷെ KJ ഷൈന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം എറണാകുളത്തെ ഈ ലത്തീൻ വിഭാഗത്തിൽപ്പെട്ടവരുടെ പരമ്പരാഗതമായിട്ടുള്ള 2 കാഴ്ചപ്പാടുകളുണ്ട്. അവിടെ നഗരമേഖലയിലുള്ളവരും അതോടൊപ്പം കോസ്റ്റൽ മേഖലയിലുള്ളവരും ഇവർ തമ്മിലുള്ള ഒരു ചില വിവേചനമുണ്ട് എന്നത് ഒരു വളരെ ഒരു രഹസ്യമായിട്ടുള്ള പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. പക്ഷേ എങ്കിൽ പോലും ആ വോട്ടുകളിലാണ് അവർ ലക്ഷ്യമിട്ടത്. പക്ഷെ അവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്റണി ജൂഡിയും ഈ കോസ്റ്റൽ മേഖലയിൽ നിന്നുള്ള വ്യക്തിയാണ്. ഈ സഭാ തലത്തിൽ വലിയ ബന്ധമുള്ള വ്യക്തിയാണ്. ഈ 3 പേർക്ക്, അതായത് ഹൈബീഡനും ആന്റണി ജൂഡിക്കും KJ ഷൈനും സഭാ മേഖലയിൽ വലിയ ബന്ധമുണ്ടായിരുന്നു. അവിടെയും പക്ഷെ നിർണായകമായി ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഹൈബീഡനും വലിയ ഒരു ഭൂരിപക്ഷത്തിൽ, ഒരു സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തെ ജയിക്കാനുള്ള സാധ്യത കാണുന്നത് സീറോ മലബാർ സഭയിൽപ്പെട്ടവരുടെ വോട്ടാണ്. അത് പരമ്പരാഗതമായി UDFനൊപ്പമാണ് നിൽക്കുന്നത്. ഇടതുപക്ഷത്തിന് ആ മേഖലയിലേക്ക് സീറോ മലബാർ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലേക്ക് KJ ഷൈൻ ഇടതുപക്ഷത്തിന് കയറി ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ സജിത്ത് ചോദിച്ചതുപോലെ പല ഈ ക്രൈസ്തവ മേഖലയിൽ BJP ഉന്നമിട്ടത് സീറോ മലബാർ വിഭാഗത്തിൽപ്പെട്ട സുറിയാനി ക്രിസ്ത്യാനികളുടെ വോട്ടായിരുന്നു. പക്ഷേ അവിടെ ഈ ഡോക്ടർ KS രാധാകൃഷ്ണനെ സംബന്ധിച്ച് അത്ര വലിയ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ വോട്ട് ഹൈബീഡിന് ഒപ്പം തന്നെയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയത്. ശരി സജീവൻ, ഈ KJ ഷൈൻ എന്ന ഇടതുമുന്നണിയുടെ പരീക്ഷണം നമുക്കറിയാം. ഈ എറണാകുളത്തിന്റെ ചരിത്രത്തിൽ ഇടതുമുന്നണിക്ക് അപൂർവ ചില വിജയങ്ങൾ സമ്മാനിച്ചതുപോലും അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാകാം. പക്ഷേ പരമ്പരാഗതമായ ഒരു UDFന്റെ സാന്നിധ്യമുള്ള ശക്തിക മേഖല തന്നെയാണ് എറണാകുളം, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ ഷൈൻ ടീച്ചറിനെ പോലെയുള്ള പരീക്ഷണം അതിലൂടെ ആ മണ്ഡലത്തിൽ ഒരു സ്വാധീനമുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിലല്ല, ഇനി വരുന്ന വർഷങ്ങളിലെങ്കിലും അവിടെ സ്വാധീനം ഉറപ്പിക്കുക എന്നൊരു ലെഫ്റ്റ് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് തോന്നാമെന്ന് തോന്നുന്നു. കാരണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ അത്തരമൊരു ശ്രദ്ധേയമായ നീക്കം ഉണ്ടായെന്ന് തോന്നുന്നു, അല്ലേ?
തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി വന്നപ്പോൾ പരിചയമില്ലാതിരുന്നത് മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല, പാർട്ടിയുടെ സജീവ പ്രവർത്തകർക്കും പല നേതാക്കൾക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച്. പക്ഷെ ആ സ്ഥാനാർത്ഥിയെ അവർ ഏറ്റെടുക്കുകയും വളരെ ആസൂത്രിതമായി ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുകയും ടീച്ചർ എന്ന ഒരു ബ്രാൻഡ് വല്ലാതെ ഉപയോഗിച്ചാണ്. എല്ലാ പോസ്റ്റിലും എല്ലാ ബസ്സിലും എല്ലാത്തിലും ടീച്ചർ എന്നാണ് ഉപയോഗിച്ചത്. അപ്പൊ അതൊരു വൈകാരിക ബന്ധം ഉണർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ കൂടിയായിരുന്നു. അതിൽ LDF വിജയിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എവിടെ ചെന്നപ്പോഴും എല്ലാ സ്ഥലത്തും അവർക്ക് വലിയൊരു സ്വീകരണം കിട്ടിയിട്ടുണ്ട്, വലിയൊരു അംഗീകാരം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും വോട്ടായി മാറും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല, അങ്ങനെ കരുതുന്നുമില്ല. പക്ഷെ ആ ഒരു പരീക്ഷണത്തിന് CPM തയ്യാറായി. പരീക്ഷണം പുതിയതല്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പോലെയുള്ള ആളുകളെ എറണാകുളത്ത് പരീക്ഷിക്കുകയും ജയിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഇതാണ് പാർട്ടിയാണ് CPM. CPM-ന് മുന്നിൽ എല്ലാവരും അണിനിരക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് CPM-ന്റെ നല്ല ചോട് തന്നെയാണ്. കാരണം എറണാകുളത്തിന്റെ ഒരു സാമുദായിക സമവാക്യത്തിനും കൂടി യോജിച്ച സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നുള്ളതാണ് CPM എല്ലാ കാലത്തും നേരിട്ടിരുന്ന വെല്ലുവിളി. ഇത്തവണ അത് കുറെ മറികടക്കാൻ ഷൈൻ ടീച്ചറിന്റെ സ്ഥാനാർത്ഥിയും കൊണ്ട് കഴിയും എന്ന് തോന്നുന്നു. കാരണം അവർക്ക് ആ സഭയിലെ ഒരു സ്കൂളിലെ അധ്യാപികയായിരുന്നു. പിന്നെ അത്തരമുള്ള വ്യക്തിബന്ധങ്ങളൊക്കെ ഹൈബിയുടെ കുറെ വോട്ടുകൾ ശേഖരിക്കുന്നതിന് ടീച്ചർക്ക് കഴിയും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ വിധി എന്തായാലും ഷൈൻ ടീച്ചർ ഒരു മുഖമായി CPM-ന്റെ ഒരു മുതിർന്ന നിരയിലേക്ക് ഉയർന്നു വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും. കാരണം വെച്ചാൽ ഒരു വനിതാ മുഖം എപ്പോഴും എറണാകുളം പോലെ ഒരു നഗരത്തിൽ ഒരു വനിതാ മുഖത്തെ CPM അവതരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെ അവരുടെ ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ അവർ ഭാവിയിൽ മുന്നോട്ട് കണ്ട് ചെയ്തിരിക്കുന്ന ഒരു ചുവട് തന്നെയാണെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. അപ്പോൾ വേഗത്തിൽ ഒരു കാര്യം കൂടി, ഈ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലാണ് ഈ വർഗീയ മുഖങ്ങൾ പലയിടത്തും വർഗീയ പ്രചരണം നടന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ കൊച്ചിയിൽ, എറണാകുളത്ത് ഞങ്ങൾ ഇതൊന്നും നടത്തിയില്ല എന്ന് ഈ ഷൈൻ ടീച്ചർ ഇടതു സ്ഥാനാർത്ഥി പറയുന്നു. ഒപ്പം ഹൈബിയിടറും സമാന നിലപാടെടുത്തു. അങ്ങനെ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് പഠന തെരഞ്ഞെടുപ്പാണ് എറണാകുളത്ത് നടന്നത്. അങ്ങനെ കൂടി താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും. കാരണം മുൻ വർഷങ്ങളിലൊക്കെ നടത്തിയ തരത്തിലുള്ള ഒരു പച്ചയായ പ്രചരണങ്ങളൊന്നും ഇത്തവണ ഉണ്ടായില്ല. ഇത്തവണ കുറെ കൂടി വികസനത്തിലാണ്. ഹൈബിയുടെ പ്രചരണത്തിന്റെ ഒരു അടിസ്ഥാനം തന്നെ അദ്ദേഹത്തിന്റെ നടപ്പാക്കിയ വികസന പദ്ധതികളായിരുന്നു. അതിൽ മുന്നിട്ടായിരുന്നു. LDF ആണെങ്കിലും പറഞ്ഞതും എറണാകുളത്ത് ഇനിയും ചെയ്യാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു വികസനത്തിലൂന്നിയുള്ള ചർച്ചയാണ് എറണാകുളം നടത്തുന്നത്. അതൊരു നഗരത്തിന്റെ ഒരു സ്വഭാവത്തിനും കൂടി അനുസരിച്ചായിരിക്കും അവർ അങ്ങനെ ചെയ്തത്. അപ്പൊ അതൊരു പുതിയ ഒരു മാറ്റത്തിന് ആയി തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കും. യെസ്, അതാണ് കൊച്ചി എറണാകുളത്തിന്റെ രാഷ്ട്രീയം. എന്തായാലും എറണാകുളം എങ്ങനെ ചിന്തിച്ചു, അതിൻ്റെ സാധ്യതകളാണ് നമ്മൾ പരിശോധിച്ചത്. എന്തായാലും വളരെ പോസിറ്റീവ് പൊളിറ്റിക്സ് പറഞ്ഞ പുതിയൊരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി ഇടതുമുന്നണി പരീക്ഷണം നടത്തിയൊരു ഇടമാണ്. സിറ്റിംഗ് MP ഹൈബിയുടെ സാധ്യതകൾ ഉയർന്നു തന്നെ നിൽക്കുന്നു എന്നതാണ് ഈ ചർച്ചയുടെ ഒരു പൊതു സ്വഭാവമായി നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നത്. ഇനി മറ്റൊരു മണ്ഡലം നമുക്ക് ഇടവേളയ്ക്ക് ശേഷം പരിശോധിക്കാം. വേഗത്തിൽ ഇടവേളയിലേക്ക്. ബർജർ ഡാം സ്റ്റോപ്പ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ മടങ്ങി വരുമ്പോൾ നമ്മൾ പോകുന്നത് ആലത്തൂർ മണ്ഡലത്തിലേക്കാണ്. ഇത്തവണ ശ്രദ്ധേയമായ രാഷ്ട്രീയ പോരാട്ടം നടന്ന സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് ആലത്തൂർ. തർക്കമില്ല, കാരണം എല്ലാ അർത്ഥത്തിലും ഒരു ഇടതു കോട്ടയായിരുന്നു ആലത്തൂർ. പക്ഷേ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ സ്ഥിതി മാറുന്നു. ഇത്തവണ ഇടതുമുന്നണി തിരിച്ചുവരവിന് ശ്രമിക്കുന്നു. അത് സാധ്യമാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട സ്ഥാനം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് CPM-ന് ഇപ്പോഴും ഒരു ഞെട്ടിക്കുന്ന ഓർമ്മയാണ്. ഇതിൽ നിന്ന് ഇത്തവണ മറികടക്കണമെങ്കിൽ കഴിഞ്ഞ തവണ UDF നേരിയ ഒരു വലിയ ഭൂരിപക്ഷമാണ് ഇടതുമുന്നണിക്ക് മുന്നിലുള്ള വെല്ലുവിളി. K. രാധാകൃഷ്ണനെ പോലെയുള്ള കരുത്തിന് ഇത്തവണ അനുകൂല സാഹചര്യങ്ങൾ നിരവധിയുണ്ട്. പക്ഷേ വോട്ടർമാരെ സ്വാധീനിക്കാൻ രമ്യ ഹരിദാസിൻ്റെ തന്ത്രങ്ങൾ കടുത്ത വെല്ലുവിളി ഇടതുമുന്നണിക്ക് ഉയർത്തിയിട്ടുമുണ്ട്. BJPക്ക് കാര്യമായ സ്വാധീനം മണ്ഡലത്തിലില്ല. പക്ഷേ ഇത്തവണ അവർ കളത്തിലിറക്കിയിരിക്കുന്നത് പ്രൊഫസർ സരസു എന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അടുത്തിടെ BJPയിലേക്ക് എത്തിയ ഈ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ മറ്റൊരു രാഷ്ട്രീയം കൂടി മുന്നോട്ട് വയ്ക്കാൻ അവർ ലക്ഷ്യമിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ആ മണ്ഡലത്തിലുണ്ടായ സാന്നിധ്യമടക്കം ഈ ഘട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ്. കരുവന്നൂർ വിവാദങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ആലത്തൂരിൻ്റെ രാഷ്ട്രീയം ഇത്തവണ ആരെ തുണയ്ക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വേഗത്തിൽ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം പരിശോധിക്കുമ്പോൾ 2009 മാത്രം രൂപീകൃതമായ ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ. പിന്നീട് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ ഇടതുമുന്നണി വിജയിച്ചു, 2009-ലും 2014-ലും. പക്ഷേ 2019-ലാണ് മുമ്പ് നമ്മൾ സൂചിപ്പിച്ച ആ അട്ടിമറി വിജയം രമ്യ ഹരിദാസ് നേടുന്നത്.
1,50,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിച്ചു കയറിയത് രമ്യ ഹരിദാസാണ്. ആ ഞെട്ടിക്കുന്ന കണക്ക് CPM-നെ വല്ലാതെ അങ്ങ് വേദനിപ്പിക്കുന്നുണ്ട് ഇത്തവണയും. പക്ഷേ അവിടെ തിരിച്ചു വരാൻ CPM ഇത്തവണ കളത്തിലിറക്കിയിരിക്കുന്നത് മന്ത്രിസഭാംഗം കൂടിയായ കെ രാധാകൃഷ്ണൻ എന്ന CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെയാണ്. വിജയത്തിൽ കുറഞ്ഞതൊന്നും CPM-ന് അവിടെ ചിന്തിക്കാൻ കഴിയില്ല എന്നതാണ് സാഹചര്യം. ആലത്തൂർ ലോക്സഭാ മണ്ഡലം 2 ജില്ലകളിലായി പടർന്നു കിടക്കുന്നതാണ്. പാലക്കാട് ജില്ലയിലാണ് 4 നിയമസഭാ മണ്ഡലങ്ങൾ. അവശേഷിക്കുന്ന 3 നിയമസഭാ മണ്ഡലങ്ങൾ തൃശ്ശൂർ ജില്ലയിലാണ്. ഇങ്ങനെ പാലക്കാട്, തൃശ്ശൂർ ജില്ലകളിലായി കിടക്കുന്ന ഈ മണ്ഡലത്തിൻ്റെ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം ഇടതുമുന്നണിയുടെ പ്രതിനിധികളാണ് നിയമസഭയിലെത്തിയിരിക്കുന്നത്. അതായത് ചരിത്രപരമായി തന്നെ ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുള്ള, സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ഇടതുകോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന ആലത്തൂരിൻ്റെ രാഷ്ട്രീയം ഇത്തവണ ആരെ തുണയ്ക്കുമെന്ന വിശദമായൊരു പരിശോധനയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. വിനേഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. വിനേഷ്, ഗുഡ് ഈവനിങ്. നമ്മൾ ആലത്തൂരിൻ്റെ രാഷ്ട്രീയം മുമ്പ് പല തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും വിശകലനങ്ങളിലും പരിശോധിച്ചതാണ്. ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ പോളിംഗിന് ശേഷം അതിൻ്റെ സ്വാധീനം എത്ര കണ്ട് നമുക്ക് ഉണ്ടാക്കുന്നു എന്ന ഒരു പരിശോധനയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പോളിംഗിന് ശേഷം ഇടതുമുന്നണി തുടക്കത്തിൽ കെ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്നതിൽ കൂടെ നേടിയ ഒരു മേൽക്കൈ ഉണ്ടായിരുന്നല്ലോ. ആ മേൽക്കൈ പിന്നീട് പ്രചരണത്തിന് ശേഷം, പോളിംഗിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ? CPM അങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ടോ? സജിത്ത്, എല്ലാ തരത്തിലും നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് വ്യക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൻ്റെ മുമ്പ് തന്നെ അവിടെ CPM ഏറെക്കുറെ പ്രചാരണ പരിപാടികൾ തുടങ്ങിയിരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ആദ്യഘട്ട പ്രചാരണ പരിപാടി. കാരണം ഇത്തവണ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോഴാണ് കെ രാധാകൃഷ്ണനെ പോലുള്ള ഏറ്റവും ഒരു ക്ലീൻ ഇമേജ് ഉള്ളതും ഇപ്പോൾ ഏറ്റവും മുതിർന്ന നേതാവും, അതായത് CPM-ലെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ അദ്ദേഹത്തെ ഇറക്കിക്കഴിഞ്ഞാൽ മണ്ഡലം പിടിക്കാൻ കഴിയും എന്നുള്ളൊരു കണക്കുകൂട്ടലായിരുന്നു CPM. അത് ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് ശേഷം കെ രാധാകൃഷ്ണൻ സജീവമായി മണ്ഡലത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അതെല്ലാം വകവയ്ക്കാതെ, അതെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം ഈ പൂർണ്ണമായും മണ്ഡലങ്ങൾ ഒരു 3 റൗണ്ട് പ്രചാരണം കഴിഞ്ഞതിന് ശേഷമാണ് രമ്യ ഹരിദാസ് എത്തുന്നത്. കാരണം സിറ്റിംഗ് MP-മാരെ എല്ലാവരെയും മത്സരിപ്പിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞെങ്കിൽ പോലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവാത്തതിനാൽ അത് വൈകിപ്പോയി. പക്ഷേ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകുന്നത് രമ്യ ഹരിദാസും ഏറെക്കുറെ പ്രചാരണ രംഗത്ത് കെ രാധാകൃഷ്ണനൊപ്പം എത്തി എന്നുള്ളതാണ്. കാരണം കെ രാധാകൃഷ്ണൻ നടക്കാത്ത വഴികളിലൂടെയൊക്കെ രമ്യ ഹരിദാസ് നടന്നു എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് മനസ്സിലാക്കുന്നിടത്തോളം നേരിയ മുൻതൂക്കം ഇപ്പോഴും ഉള്ളത് കെ രാധാകൃഷ്ണൻ്റെ തന്നെയാണ്. അതിൻ്റെ കാരണം ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലീൻ ഇമേജാണ്. മറ്റൊന്ന്, CPM-ന് വലിയ സ്വാധീനമുള്ള, LDF-ന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് 4 സ്ഥലങ്ങൾ. അതായത് പാലക്കാട് ജില്ലയിലെ 4 സ്ഥലങ്ങളും 3 സ്ഥലങ്ങൾ തൃശ്ശൂർ ജില്ലയിലും. ഇവിടെ എല്ലാം തന്നെ LDF പ്രതിനിധികൾ തന്നെയാണുള്ളത്. നല്ല ഭൂരിപക്ഷത്തിന് ജയിച്ചതാണ്. പാർട്ടിക്ക് അത്രയും സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണിത്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രമ്യ ഹരിദാസ് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് മത്സരിച്ച ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. അന്ന് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ്, ശബരിമല വിഷയം, ഇതെല്ലാം തന്നെ വലിയ ചർച്ചയായിരുന്ന ഒരു കാലം കൂടിയായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം മാറിയിരിക്കുന്നു. ഒപ്പം തന്നെ അന്ന് എടുത്തു പറയേണ്ട കാര്യം, അനിൽ അക്കരെ പോലുള്ളവർ രമ്യ ഹരിദാസിന് വേണ്ടി ആലത്തൂർ മണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുകയും അവർ അവിടെ നിന്നുകൊണ്ട് തന്നെ പ്രചരണം നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത്, എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് പാർട്ടിയും രമ്യയും തമ്മിൽ ഒരുപാട് അകന്നിരിക്കുന്നു. ഇപ്രാവശ്യം രമ്യയ്ക്ക് പാർട്ടിയുടെ ഒരു പിന്തുണ പൂർണ്ണാർത്ഥത്തിൽ ലഭിച്ചു എന്ന് പറയാൻ കഴിയില്ല. ജില്ലാ കമ്മിറ്റി, DCC പ്രസിഡന്റിന് ഉൾപ്പെടെ രമ്യയോട് താല്പര്യമില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞ സാഹചര്യം പോലും ഉണ്ടായിരുന്നു. എന്നാൽ രമ്യയെ പിന്തുണയ്ക്കുന്ന അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് രമ്യയെ പിന്തുണച്ചത്. പക്ഷേ പരമാവധി രമ്യ എല്ലാ സ്ഥലങ്ങളിലും പ്രചാരണം നടത്തി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഒപ്പം തന്നെ മഹിളാ കോൺഗ്രസ് അവിടെയാണ് നമുക്ക് ഈ രമ്യയുടെ സാധ്യതയിലേക്ക് തന്നെ വരുമ്പോൾ, കഴിഞ്ഞ തവണ ഈ രമ്യ ഹരിദാസ് എന്ന വ്യക്തിക്കെതിരെ നടന്ന വ്യക്തി അധിഷ്ഠിത ആരോപണങ്ങൾ അവർക്ക് അനുകൂലമായ തെരഞ്ഞെടുപ്പിൽ എന്നതാണ് കണക്ക് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഈ പ്രചരണ രംഗത്ത് സ്ഥാനാർത്ഥി പൊതുവിൽ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിനപ്പുറം സാധാരണക്കാരെ സ്വാധീനിക്കുന്ന മറ്റു വിഷയങ്ങളിലേക്കും പാട്ടുകളും നാടൻ പാട്ടുകളുമൊക്കെ പാടി അങ്ങനെ ആളുകളെ സ്വാധീനിക്കാനുള്ള ഒരു ശൈലി അവരവിടെ നടത്തി. ആദ്യം അതൊക്കെ തമാശയായി കണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ അവർക്ക് അത് സ്വാധീനമുണ്ടാക്കുകയും അവസാനം വിജയത്തിലെത്തിക്കുകയും ചെയ്തു എന്നാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്നത്.
എൻ്റെ ചോദ്യം, ഇത്തവണ ഈ രമ്യ ഹരിദാസിൻ്റെ ഈ തരത്തിലുള്ള ഘടകങ്ങൾ അത് സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണത്തെ ഒരു ട്രെൻഡ് ആ തരത്തിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു? തീർച്ചയായും സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ് ആലത്തൂർ മണ്ഡലത്തിലുള്ളത്. നമുക്കറിയാം, ഒരു SC റിസർവേഷൻ കോൺസ്റ്റിറ്റ്യുവൻസി കൂടിയാണത്. സ്വാഭാവികമായും ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകൾ, കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടുന്ന ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്കിടയിൽ കൃത്യമായി നമ്മൾ ദേശീയ രാഷ്ട്രീയമോ സംസ്ഥാന രാഷ്ട്രീയമോ അല്ല പറയേണ്ടത്, മറിച്ച് അതിനപ്പുറത്തേക്ക് അവർ പറയാൻ ശ്രമിച്ചത് പാട്ടും മറ്റുള്ള മനുഷ്യൻ്റെ ബന്ധങ്ങളും അല്ലെങ്കിൽ സ്ത്രീകൾ ഉയർന്നു വരുന്നതും അവരുടെ ജീവിത നിലവാരം ഉയർത്തേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നതിൽ രമ്യ ഹരിദാസ് കഴിഞ്ഞ 5 വർഷക്കാലത്തേക്കാൾ നന്നായിട്ട് 5 വർഷക്കാലം കഴിഞ്ഞതിന് ശേഷം രമ്യ അതിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളുകയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തതിന് ശേഷം എങ്ങനെ സ്ത്രീകളെ കൂടുതൽ ആകർഷിക്കാൻ കഴിയും എന്നുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോയത്. പക്ഷേ നമുക്കറിയാം, രാധാകൃഷ്ണൻ അങ്ങനെയല്ല. രാധാകൃഷ്ണനെ അഭിനയിക്കാൻ അറിയില്ല, രാധാകൃഷ്ണന് പാടാൻ അറിയില്ല, രാധാകൃഷ്ണന് അങ്ങനെ ഒരു ആളല്ല. പക്ഷേ അയാൾ കൃത്യമായി തന്നെ രാഷ്ട്രീയം പറയുകയും CPM-ന്റെ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടും എന്തുകൊണ്ട് ലോക്സഭയിൽ ഇടതുപക്ഷത്തിൻ്റെ അംഗങ്ങൾ കൂടുതൽ ഉണ്ടാവണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അദ്ദേഹം പ്രധാനമായും ഈ വോട്ടർമാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്. പക്ഷേ രമ്യയിലേക്ക് എത്തുമ്പോൾ രമ്യ രാഷ്ട്രീയമല്ല അവിടെ പറഞ്ഞത്, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പ്രധാനമന്ത്രിയാണ്, എന്തുകൊണ്ട് ഈ സംഘപരിവാർ ഭരണത്തെ തകർക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ഗ്രാമങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്ക് രമ്യ കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നു. ചായക്കടകളിൽ കയറുന്നു, അവർക്കൊപ്പം ചായ കുടിക്കുന്നു, ചായ ഒഴിക്കുന്നു, പിന്നെ ഈ സ്നാക്സ് ഉണ്ടാക്കുന്ന ആളുകൾക്കൊപ്പം നിന്നുകൊണ്ട് സ്നാക്സ് ഉണ്ടാക്കുന്നു. ഇങ്ങനത്തെയൊക്കെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പിന്നെ സജിത്ത് പറഞ്ഞ മറ്റൊരു കാര്യം, രമ്യ ഹരിദാസിനെ ആ ഒരു സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു ആക്രമണം നേരിട്ട ഒരാൾ കൂടിയാണ്. അത് ഒരു പരിധി വരെ അവരതിനെ വോട്ടാക്കി അത് സ്ത്രീകൾക്കുൾപ്പെടെയുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും അവർക്കിടയിൽ ആ വിഷയം അപ്പം നമുക്കറിയാം, എല്ലാവർക്കും വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നു, ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നു. ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് പോലും എത്രയും പെട്ടെന്നൊരു സന്ദേശം എത്താനും ഒക്കെ കഴിയുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ ടെക്നോളജി വളരുകയും ചെയ്ത ഒരു കാലം കൂടിയാണിത്. അത് പരമാവധി ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രമ്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത്തരം സാധ്യത രമ്യ ഹരിദാസിന് പറയുമ്പോഴും മറുവശത്താരാണ് അവിടെ? രാധാകൃഷ്ണനാണ്. രാധാകൃഷ്ണന്റെ പരാജയം എന്നത് ഒരുപക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചാൽ അത് CPM-ൽ വലിയ ചർച്ചകൾക്കിടവയ്ക്കുന്നതാണ്. ഒരു മന്ത്രിസഭാംഗത്തെ പരീക്ഷിച്ച ഇടമാണ്. അങ്ങനെ അപൂർവതകൾ നിരവധിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് പരീക്ഷണമായിരുന്നു ആ സ്ഥാനാർത്ഥിത്വം. അതിവിടെ പരാജയം CPM-ന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ CPM-നെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം, 1.5 ലക്ഷം വോട്ടുകൾ കഴിഞ്ഞ തവണ നേടിയ UDF സ്ഥാനാർത്ഥിയെ മറികടക്കണമെങ്കിൽ അവിടെ അസാധാരണമായി ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ആ തരത്തിലേക്ക് ഇടതു ക്യാമ്പിന് മാറാൻ കഴിഞ്ഞു എന്ന ചോദ്യം കൂടിയുണ്ട്. തീർച്ചയായും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രാധാകൃഷ്ണൻ പരാജയപ്പെടുമെന്നൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. രമ്യയുടെ ഒരു സാധ്യതകളാണ് പറഞ്ഞത്. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ, അധികായൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ക്ലീൻ ഇമേജും ഒപ്പം തന്നെ പാർട്ടിയുടെ എല്ലാ മെഷീനറികളും പ്രവർത്തിക്കുമെന്ന് നമ്മൾ കണ്ടതാണ്. കാരണം പാലക്കാട് ജില്ലയിലെ 2 മണ്ഡലങ്ങളിലും, പാലക്കാട് മണ്ഡലത്തിലും ആലത്തൂർ മണ്ഡലത്തിലും നമ്മൾ കണ്ടതാണ്. വിജയരാഘവനും സമാനമായ സാഹചര്യം തന്നെയായിരുന്നു. അതുപോലെ തന്നെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടി പാർട്ടി ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ്. നമുക്കറിയാം, ഓരോ മണ്ഡലങ്ങളും പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിലെ തന്നെ ചിറ്റൂർ ആണെങ്കിൽ ചിറ്റൂരും അതുപോലെ തന്നെ നെന്മാറയും ആലത്തൂരും ഉൾപ്പെടുന്ന തരൂരും ഉൾപ്പെടുന്ന മണ്ഡലങ്ങളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം തന്നെ LDF-ന്റെ MLA-മാരാണ്, നിയമസഭാ സാമാജികരാണ് ഉള്ളത്. തൃശ്ശൂർ ജില്ലയിലേക്ക് പോകുമ്പോൾ ചേലക്കരയിൽ രാധാകൃഷ്ണൻ തന്നെയാണ്, കുന്നംകുളത്തും LDF ആണ്, അതുപോലെ വടക്കാഞ്ചേരിയിലും LDF ആണ്. ഇവിടെ എല്ലാം തന്നെ വലിയ ഭൂരിപക്ഷത്തിനും പാർട്ടിക്ക് അടിത്തറയുള്ള സ്ഥലങ്ങൾ കൂടിയാണ്. ഇവിടെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ വോട്ടുകൾ കൃത്യമായി ശേഖരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ രാധാകൃഷ്ണന് രക്ഷപ്പെടാൻ കഴിയും, അല്ലെങ്കിൽ ജയിക്കാൻ കഴിയും. അപ്പോഴും സജിത്ത് ചോദിച്ച ഒരു ചോദ്യം, ഈ 1.5 ലക്ഷത്തോളം വോട്ടിനെ മറികടക്കണമെങ്കിൽ CPM-നും അല്ലെങ്കിൽ LDF-നും അത് വലിയൊരു ടാസ്കായി മാറും എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. രമ്യ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഗ്രൗണ്ട്, ഏറ്റവും സാധാരണക്കാർക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന
അവരുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമോഷണൽ ബോണ്ട് പോലും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരം പാട്ടിൻ്റെ ആയാലും മറ്റു കാര്യങ്ങളിലായാലും അവരുടെ വിഷയങ്ങളിൽ ഇടപെടുകയും ഒരു ചെറിയ പരിപാടി ഒരു സമുദായ സംഘടനയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളുടെയോ ഒരു പരിപാടിയിലാണെങ്കിൽ പോലും രമ്യ കൃത്യമായി അവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു. അപ്പോഴും രമ്യക്കെതിരെ പ്രധാനമായി ഉയർന്നു ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 52 തവണ അവർ വിദേശത്ത് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് നമ്മൾ കണ്ടതാണ്. മണ്ഡലത്തിലെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസിന് പോലും രമ്യ ഒരു MP എന്ന നിലയിൽ പെർഫോമൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ UDF പോലും അത് അംഗീകരിക്കുന്ന പെർഫോമൻസ് ആവറേജിന് താഴെയാണ് എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ. എങ്കിൽ പോലും രമ്യ അവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്വാധീനം ആ സ്ത്രീകൾക്കിടയിലും ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്കിടയിലും അത് മറികടക്കുക എന്നുള്ളതാണ് രാധാകൃഷ്ണന്റെ. നമുക്കറിയാം ഈ മണ്ഡലത്തിന്റെ സ്വഭാവം വെച്ചുകൊണ്ട് രാധാകൃഷ്ണൻ അത് മറികടക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് നമുക്ക് ആലത്തൂരിനെ കുറിച്ച് കൃത്യമായ നമുക്ക് ഒരു പ്രവചനം കഴിയില്ല. എന്തായാലും 2 സ്ഥാനാർത്ഥികൾ മോശക്കാരല്ല. നമുക്കറിയാം കഴിഞ്ഞ മണ്ഡലം, അതായത് ഈ ആലത്തൂർ മണ്ഡലം ഉണ്ടായതിനു ശേഷം 2009 അതിനുശേഷം 2014 ബിജു ജയിച്ചു. ഈ 2019 എത്തുമ്പോഴത്തേക്ക് ബിജുവിനോടുള്ള ഒരു താല്പര്യക്കുറവ്, ഒന്ന് മണ്ഡലം ശ്രദ്ധിക്കാൻ ബിജുവിന് കഴിഞ്ഞിട്ടില്ല. LDFന്റെ ബിജുവിന് കൃത്യമായി പരാമർശിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം കഴിഞ്ഞ തവണ എന്തുകൊണ്ട് രമ്യ ഹരിദാസിന് ഇത്ര അധികം ഭൂരിപക്ഷം കിട്ടിയെന്ന ചോദ്യം, അതായത് ഒരു ഇടതു കോട്ടയിൽ ഇത്രയധികം ഭൂരിപക്ഷം എങ്ങനെ കിട്ടിയെന്ന ചോദ്യത്തിന് പല ഘടകങ്ങളുണ്ട്. ഒരു പ്രധാന ഘടകമാണ് മുമ്പ് വിനേഷ് സൂചിപ്പിച്ചത്. അത് PK ബിജു എന്ന സിറ്റിംഗ് MPയോട് അന്ന് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായ വലിയ എതിർപ്പുകൾ, അത് തന്നെയാവണം പ്രധാന ഘടകമായി പ്രവർത്തിച്ചത്. ഒപ്പം ഇത്തവണ ഈ പുതിയ ഒരു BJPയുടെ സ്ഥാനാർത്ഥി ഉണ്ടാക്കുന്ന സ്വാധീനം കൂടി നമുക്ക് പരിശോധിക്കാം. അത് ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. വിനേഷ്, ഈ പ്രൊഫസർ സരസു എന്ന ഒരു സ്ഥാനാർത്ഥി അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനമായിരുന്നു BJPയെ സംബന്ധിച്ച്. SFIയുമായി നേരിട്ട് ഏറ്റുമുട്ടിയിരുന്ന വിക്ടോറിയ കോളേജിലെ ആ മുൻ പ്രൊഫസറെ അവതരിപ്പിക്കുമ്പോൾ BJP ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടാവാം. അത് സ്വാഭാവികമായും വോട്ടുകൾ കൂടുതൽ സമാഹരിക്കുക എന്ന് തന്നെയാവാം. കാരണം BJPക്ക് ഏറ്റവും അനുകൂല സാഹചര്യമുള്ളപ്പോഴും കാര്യമായ വോട്ട് സമാഹരിക്കാൻ കഴിയാത്ത ഒരു ഇടമാണല്ലോ ആലത്തൂർ. ഇത്തവണ ഈ പ്രൊഫസർ സരസു എന്ന സ്ഥാനാർത്ഥി BJPക്ക് വേണ്ടി കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചാൽ അത് ഇടതുപക്ഷത്തോ അല്ലെങ്കിൽ UDFലോ എവിടെയാണ് കൂടുതൽ നഷ്ടമുണ്ടാക്കുക? എങ്ങനെയാണ് വിനേഷ് ഇതിനെ നിരീക്ഷിക്കുക? സജിത്ത്, BJPക്ക് കാര്യമായ യാതൊരു ചലനവും ഉണ്ടാക്കാൻ കഴിയാത്തൊരു മണ്ഡലമാണ് ആലത്തൂർ. കാരണം പാലക്കാടിൻ്റെ ഒരു സാഹചര്യമല്ല. നമുക്കറിയാം പാലക്കാട് ഒരു ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലം കൂടിയാണ്. കഴിഞ്ഞ തവണ 2 ലക്ഷത്തിൽ ചില്ലാനും വോട്ടുകളാണ് അന്ന് പാലക്കാട് മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാറിന് ലഭിച്ചത്. പക്ഷേ ആലത്തൂരിലെത്തുമ്പോൾ സാഹചര്യം അതല്ല. ഒരു വിദൂര ഭാവിയിൽ ഒരു പക്ഷേ BJPക്ക് വളർച്ച ഉണ്ടാവുമായിരിക്കാം എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. ഒരു തരത്തിലും BJPക്ക് കാര്യമായ വളർച്ച ഉണ്ടാവാത്തൊരു സ്ഥലമാണ്. 50,000 ചില്ലാനും വോട്ടുകളാണ് അവിടെ BJPക്ക് ആകെയുള്ളത്. കഴിഞ്ഞ തവണ BDJSന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് 53,000-57,000 ഇടയിൽ വോട്ടുകളാണ് ലഭിച്ചത്. ഇത്തവണ TN സരസു എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്ര ഫെമിലിയർ ആയ ഒരാളല്ല, ആളുകൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്തിയ ഒരു സ്ത്രീയല്ല. ആകെ അവർക്കിടയിൽ ഉണ്ടായത് SFIയുമായി അവർ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പളായിരുന്ന സമയത്ത്, അവർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പ്രതീകാത്മക ശവമഞ്ചം തയ്യാറാക്കി SFIക്കാർ അവർക്ക് യാത്രയപ്പ് നൽകിയതായിരുന്നു. വലിയ ചർച്ച ചെയ്ത് അന്ന് മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ തന്നെ അത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു. അത് യഥാർത്ഥത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെ അടിക്കാൻ, അല്ലെങ്കിൽ അത് ഉപയോഗിച്ചു, അത് പരമാവധി അത് തന്നെയാണ് അവരുടെ പേരിൽ SFIയെ നേരിടാൻ, എന്തുകൊണ്ടും SFIയുടെ ഒരു അക്രമ രാഷ്ട്രീയത്തെ നേരിടാൻ എന്തുകൊണ്ടും യോഗ്യയായ ഒരാളാണ് എന്ന് ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് NDA, പ്രത്യേകിച്ച് BJP അവരെ പ്രചാരണങ്ങളിലെല്ലാം തന്നെ. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉയർത്തിക്കാണിക്കാൻ അവർക്കില്ല. വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടും മറ്റും അവരുടെ ജോലി, അവർ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിരുന്ന അവരുടെ അക്കാദമിക്കായ കാര്യങ്ങൾ, ഇത് മാത്രമാണ് ഉയർത്തിക്കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് അവരുടെ ഒരു പ്രവർത്തന രീതി പരിശോധിക്കുമ്പോൾ BJP അങ്ങനെ വലിയ തോതിൽ അവിടെ ഒരു പ്രവർത്തനം നടത്തിയെന്ന് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു തൊട്ടപ്പുറത്തുള്ള പൊന്നാനി മണ്ഡലത്തിലുള്ള അഡ്വക്കേറ്റ് നിവേദിതയ്ക്ക് പോലും ഇതിലും വലിയ രീതിയിലുള്ള പ്രചാരണം നടന്നിരുന്നു. എന്തായാലും അവിടെ പ്രധാനമന്ത്രി വന്നു എന്നുള്ളതും, പിന്നെ കുന്നംകുളം, അതായത് ഈ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്താണ് പ്രധാനമന്ത്രി വരികയും അവർക്ക് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തത് ഉൾപ്പെടെ ഇവിടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തവർ നമുക്കറിയാം. എങ്കിൽ പോലും ഔദ്യോഗിക നേതൃത്വത്തിന് അവരോട് അത്ര കാര്യമായ ഒരു അടുപ്പം ഉണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം
ഈ പല സ്ഥാനാർത്ഥികളും ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിലും ഇത്തരത്തിലുള്ള കുറേ ആളുകൾ വന്നിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു നോമിനികളായി വരുന്നവരോട് സംസ്ഥാനത്തുള്ള ഔദ്യോഗിക വിഭാഗത്തിനുള്ള ഒരു മുറുമുറുപ്പ്, അവർ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കിയ നിസ്സഹകരണമൊന്നുമില്ലെങ്കിൽ പോലും അത് നിവേദിതയുടെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടൊന്നും അവർ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അവർക്ക് വോട്ട് ശതമാനം പൊതുവെ BJPക്ക് കേരളത്തിൽ വർദ്ധിക്കുന്ന വോട്ടിന്റെ പോലെ തന്നെ ഒരു വോട്ട് വർദ്ധിക്കും. പക്ഷേ അവിടെ BJPക്ക് കാര്യമായ സ്വാധീനമുള്ള സ്ഥലങ്ങൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം പാലക്കാട് നഗരസഭ പോലും BJP ഭരിക്കുന്നതാണ്. അത്തരത്തിൽ ഒരു പഞ്ചായത്തുകളിലൊക്കെ വളരെ നാമമാത്രമായ ഒരു രീതിയിൽ മാത്രമാണ് BJPക്ക് കുറച്ച് വോട്ടുള്ളത്. അത് കേരളത്തിൽ BJPയുടെ വോട്ടിന്റെ ഒരു ഗ്രോത്തിന്റെ നമുക്കറിയാം. അതനുസരിച്ച് പോലുള്ള ഒരു വളർച്ച ഇല്ലാത്തൊരു സ്ഥലം കൂടിയാണ് ആലത്തൂർ. അതിന്റെ പ്രധാന കാരണം ഞാൻ പറയുന്നത് ഇടതുപക്ഷം തന്നെയാണ്. ഇടതുപക്ഷത്തിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇടതുപക്ഷത്തിന്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും നമ്മൾ കണ്ടതാണ്. കാരണം മണ്ഡലം രൂപീകരിച്ച് 2009 മണ്ഡലം രൂപീകരിച്ചതിന് ശേഷമാണ് ആദ്യമായാണ് ബിജുവാണ് അവിടെ മത്സരിച്ച് ജയിക്കുന്നത്. 2009 കരുവന്നൂർ പോലെയുള്ള സംസ്ഥാനം ചർച്ച ചെയ്ത വലിയ വിവാദങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ സ്വാധീനം ചെലുത്തും. പക്ഷെ അത് ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ ഇടയുള്ള ഒരിടം ആണല്ലോ ആലത്തൂർ എന്ന മണ്ഡലം. ആലത്തൂർ സ്വാഭാവികമായും അത് BJP തന്നെ ഒരു പ്രചരണ വിഷയമായി ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ആ CPM രാഷ്ട്രീയവുമായി അന്ന് നിന്നിരുന്ന ജില്ലാ സെക്രട്ടറി ആയിരുന്ന രാധാകൃഷ്ണനാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇങ്ങനെ പല വിഷയങ്ങൾ കൂടി അവിടെ ഇടതുമുന്നണി നേരിട്ടുള്ളൂ. ഈ കരുവന്നൂർ ചർച്ച ചെയ്യപ്പെട്ടാൽ അത് ആരതിൽ നേട്ടമുണ്ടാക്കും, ആരതിൽ വെല്ലുവിളി നേരിടും, എങ്ങനെ കാണാം വിനേഷ്? കരുവന്നൂർ രണ്ട് വിഭാഗത്തിനും UDFനും BJPക്കും ഒരുപോലെ നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് നമുക്കറിയാം. കഴിഞ്ഞ തവണ ഈ AC മൊയ്തീൻ ഒന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അത്ര സജീവമല്ലായിരുന്നു. ആലത്തൂർ മണ്ഡലത്തിലാണ് അദ്ദേഹം ഉള്ളത്. നമുക്കറിയാം ആലത്തൂർ മണ്ഡലത്തിലൊന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗത്തൊന്നും അദ്ദേഹം സജീവമല്ല. അദ്ദേഹത്തെ ഒരു മാറ്റി നിർത്തുന്ന കാരണം ഇത്തരത്തിൽ ഒരു ആരോപണം നേരിടുകയും ED ചോദ്യം ചെയ്യുകയും EDയുടെ ഇദ്ദേഹത്തിന്റെ AC മൊയ്തീന്റെ വീട്ടിൽ മണിക്കൂറുകളോളം റെയ്ഡ് നടക്കുകയൊക്കെ ചെയ്ത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ പരമാവധി മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ K രാധാകൃഷ്ണനെ പോലെ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ആൾ മത്സരിക്കുമ്പോൾ പരമാവധി ആ കളങ്കിത വ്യക്തിത്വങ്ങളെ പരമാവധി മാറ്റി നിർത്തുക എന്നുള്ളത് LDFന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടായതിലാണ് AC മൊയ്തീനൊക്കെ മാറി നിന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഏറെക്കുറെ അത് ശരി തന്നെയാണ്. അപ്പോൾ ഈ കരുവന്നൂർ വലിയ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അത് BJP വലിയ സമരം നടത്തിയതാണ്. UDFും വലിയ സമരം നടത്തിയതാണ്. അത് ആലത്തൂരിനെ ഒരു പരിധിവരെ അത് തൃശ്ശൂരിലാണ് വലിയ ചർച്ചയാകുക. എങ്കിൽ പോലും ആലത്തൂർ മണ്ഡലത്തിലും ആ വിഷയം വലിയ ചർച്ചയാകും. കാരണം തൃശ്ശൂരിലെ 3 ജില്ലകൾ ആലത്തൂർ മണ്ഡലത്തിൽ വരുന്നതാണ്. അതിൻ്റെ പ്രധാനമായും അത് ചർച്ച ചെയ്യപ്പെടുകയും ആ രാഷ്ട്രീയത്തിലേക്കും അല്ലെങ്കിൽ അത്തരത്തിലെ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അത് UDFനും BJPക്കും ഗുണം ചെയ്യും. UDFന് കാര്യമായി തന്നെ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് കരുവന്നൂർ വിഷയമെല്ലാം ആലത്തൂർ വിഷയത്തിൽ നന്നായി ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ്. BJP ഏറ്റവും കൂടുതൽ ഉയർത്തി കാണിച്ചിട്ടുള്ളതും കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ളത്. പ്രധാനമന്ത്രി അവിടെ കുന്നംകുളത്ത് വന്ന് പ്രസംഗിച്ചപ്പോഴും കരുവന്നൂർ ബാങ്കിലെ അഴിമതിയെക്കുറിച്ചും അഴിമതിക്കാരെ ആരെയും വെറുതെ വിടില്ലെന്നും ആ പണം ആർക്കും നഷ്ടപ്പെടില്ല, ആ പണം ഞങ്ങൾ തിരികെ മേടിച്ചു തരും എന്നുള്ള ഉറപ്പ് മോദിയുടെ ഗ്യാരണ്ടിയൊക്കെ നൽകിയിട്ടാണ് പ്രധാനമന്ത്രി പോയത്. ആ വിഷയം ആളുകൾക്കിടയിൽ ആലത്തൂർ മണ്ഡലത്തിൽ വലിയ ചർച്ചാ വിഷയമാക്കാൻ പരമാവധി BJPയും ഒരുപക്ഷെ UDFനേക്കാൾ കൂടുതൽ അത് പ്രചാരണായുധമാക്കാൻ BJPയും NDയും ശ്രമിച്ചു എന്നുള്ളത് തന്നെ പറയേണ്ടിയിരിക്കുന്നു. UDFും പരമാവധി ആ വിഷയം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. നമ്മുടെ നികുതി ഭാരം, അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിലും മറ്റും വിതരണമില്ലാത്ത മറ്റു പല കാര്യങ്ങളും ഇത്തരത്തിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ പെൻഷനാണ് വലിയ തോതിൽ തന്നെ ഏറ്റവും സാധാരണക്കാരായ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആലത്തൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഈ ഏറ്റവും സാധാരണക്കാരായ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ പെൻഷനൊക്കെ വലിയ ഘടകമാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് UDFന് വലിയ തോതിൽ തന്നെ പ്രചാരണം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. BJPക്ക് ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ LDF കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടാണ് തങ്ങൾക്ക് പെൻഷൻ നൽകാൻ കഴിയാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കൃത്യമായി പ്രതിരോധിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം നമ്മൾ അവിടെ കണ്ടതാണ്. അതെ, വിനേഷ് വിലയിരുത്തുന്നതനുസരിച്ച് ഒരു പ്രവചനാതീതമായ സാഹചര്യം പൊതുവിൽ അവിടെ ഉണ്ട് എന്നതാണ്. കാരണം ഇടതുകോട്ടയിൽ രമ്യ ഹരിദാസ് ആദ്യമായി MP ആവുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് സിറ്റിംഗ് MPക്ക് ലഭിക്കുന്ന ഒരു സ്വാഭാവികമായ ഒരു മുൻതൂക്കം അത് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായി എന്നതാണ് സാഹചര്യം പറയുന്നത്. പക്ഷേ അതിനു മുമ്പ് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി വിനേഷ്, ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട ആളെന്ന രീതിയിൽ വിനേഷിനൊരു പ്രവചനം നടത്താൻ കഴിയുമോ? ആർക്കാണ് അവിടെ സാധ്യത? അതോ അത്തരം പ്രവചനം നടത്തുന്നത് ഒരു വിഡ്ഢിത്തരമാവും എന്നൊരു വിലയിരുത്തലാണോ? അതൊരു പ്രവചനത്തിലേക്ക് കടക്കാൻ
കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നേരിയ മുൻതൂക്കം LDFന് തന്നെയാണുള്ളത്, കെ രാധാകൃഷ്ണന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് രമ്യയുടെ ഒരു വോട്ട് ബാങ്കിനെ കുറിച്ച് നമുക്ക് എന്താ പറയുക, ഒരു അജ്ഞാത വോട്ട് ബാങ്ക് രമ്യയ്ക്കുണ്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ സജീവമാണ്. എങ്കിൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ടം കെ രാധാകൃഷ്ണന്റെ പ്രചാരണത്തിന്റെ ഒപ്പം തന്നെ രമ്യയ്ക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. എന്തായാലും ഇത്തരം വിഷയങ്ങൾ, അതായത് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അത് കേന്ദ്രത്തിന്റെ ആയാൽ പോലും സംസ്ഥാന സർക്കാരിന്റെ ആണെങ്കിൽ പോലും ആ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടറിനെ കൃത്യമായി ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ രമ്യക്ക് ജയിക്കാനുള്ള സാധ്യത അവിടെ വളരെ കൂടുതലാണ്. പക്ഷെ അതനുസരിച്ച് ആളുകൾ വോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷേ രമ്യയായി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കുറെ വോട്ടർമാരുണ്ട്, രമ്യയുടെ സ്വാധീന വലയം അവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എങ്കിൽ പോലും അവിടെ കെ രാധാകൃഷ്ണൻ ഉള്ള ഒരു സ്വാധീനം, അല്ലെങ്കിൽ കെ രാധാകൃഷ്ണനുള്ള ഒരു മുൻതൂക്കം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ആ മണ്ഡലത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. ഇടതുപക്ഷത്തിന് ശക്തമായ വേരോട്ടമുള്ളതാണ്. എല്ലാ മിഷനറികളും പൂർണ്ണമായും പ്രവർത്തിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം അവിടെ വോട്ട് സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഒരുപക്ഷെ പാലക്കാടിന്റെ അത്ര പോലും നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി. അതാണ് വിനേഷ് പറയുന്നത്. എന്തായാലും ഇടതുകോട്ടയിൽ പ്രവചനാതീതമായ രാഷ്ട്രീയ സാഹചര്യമാണ് പോളിംഗിന് ശേഷവും കണക്കെടുപ്പുകൾ പൂർണ്ണമാകുമ്പോഴും എന്നതാണ്. എന്തായാലും ബൂത്ത് തല കണക്കെടുപ്പുകൾ എല്ലാവരും നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷം തികഞ്ഞ വിജയപ്രതീക്ഷ പുലർത്തുന്ന ഇടമാണ്. CPM സെക്രട്ടേറിയറ്റ് കേരളത്തിൽ ഇത്തവണ വിജയിക്കുന്ന, അവർ ഉറച്ചു വിശ്വസിക്കുന്ന 4 സീറ്റുകളിൽ ഒന്നായി ആലത്തൂരിനെ CPM കണക്ക് കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്താണ് ആലത്തൂരിൻ്റെ മനസ്സ്, എങ്ങനെയായിരുന്നു, ആർക്കൊപ്പമാണ് നിന്നത്, കാത്തിരിക്കാം ജൂൺ മാസം വരെ. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റു 2 മണ്ഡലങ്ങളുടെ ചിത്രവുമായി വീണ്ടും എത്തും. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future, with Jain deemed to be University, Kochi. പ്രിയങ്ക ഗാന്ധിയുമായി